ഈ വർഷത്തെ റീയൂണിയനിൽ കുറച്ച് വേറിട്ട ചിന്തകൾ ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു. ഒന്ന്, നമ്മുടെ കോളേജിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ബാബുരാജ് സാർ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ കുറേ നന്മകൾ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് ചാരിതാർത്ഥ്യത്തോടെ മടങ്ങണം. പല വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടു, ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു. റീയൂണിയന് ശേഷം നടന്ന എഫേർട്സിലൂടെ NSS എഞ്ചിനീയറിംഗ് കോളേജിലെ എക്കണോമിക്കലി വീക്കർ സെക്ഷനായിട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു. ഈ ട്രസ്റ്റിലൂടെ ധാരാളം കുട്ടികളെ വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും സഹായിക്കാൻ നമുക്ക് കഴിയും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. റീയൂണിയനോടനുബന്ധിച്ച് ഒരു ഫോറിൻ ടൂർ, 1-2 ദിവസത്തേക്ക് ഉള്ള ഒരു ഫോറിൻ ടൂർ കൂടി ഉൾപ്പെടുത്താം എന്നൊരു ചിന്ത കൂടെ അന്ന് ഡിസ്കസ് ചെയ്യപ്പെട്ടു. മറ്റൊരു ചിന്ത നമുക്ക് വേണ്ടി പങ്കുവച്ചത്, വയസ്സാവും തോറും നമ്മുടെ ഈ പ്രോഗ്രാംസിൻ്റെ ഫ്രീക്വൻസി കൂട്ടണം, 2 വർഷത്തിലൊരിക്കലെന്നുള്ളത് 1 വർഷത്തിലാക്കണം. ഡിസ്കഷൻ്റെ ബേസിൽ അടുത്ത വർഷത്തെ പ്രോഗ്രാം നമുക്ക് ബാംഗ്ലൂരിൽ വെച്ച് ചെയ്യാം എന്നുകൂടി തീരുമാനിച്ചു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായിരുന്നു? പിങ്ക്. ഏത് പോയിട്ടാണ്? ഗ്രീൻ എഴുതിക്കണേ. ഗ്രീൻ എഴുതിക്കണേ. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതായിരുന്നു? അല്ല, അങ്ങനല്ല, കളർ അറിയില്ല. കളർ എന്തെങ്കിലും മാം ഇതേപോലെ ഉത്തരം എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കൈയടിക്കും. അപ്പൊ മാമിന് മാർക്ക് കിട്ടാം അല്ലേ? അടിപൊളി അടിപൊളി. അപ്പോൾ ഒരു മാർക്കായി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൗണ്ട് ചെയ്യണം. ഞാൻ കണക്കിന് പണ്ടേ ഞാൻ കൗണ്ട് ചെയ്ത് പോകുന്നതിൽ ആരും ചോദിച്ചു ഞാൻ പെടുവോ സാർ. അവനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോദിച്ചത്. മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണി. അതിന് സ്കോർ ചെയ്തു. അടിപൊളി അടിപൊളി. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണി. അവിടെ പാളി സലാഡ് എഴുതിയേക്കണേ. അപ്പോൾ ഒന്ന് നന്നായിട്ടാ, നന്നായി. നിങ്ങളിങ്ങനെ ബലം പിടിച്ചിരിക്കാതെ ഒന്ന് കൈയടിച്ചാൽ ഇത് നല്ല പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. റെഡിയല്ലേ? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരായിരുന്നു? ആക്ടർ അല്ലെങ്കിൽ
ആക്ട്രസ്, നടൻ അല്ലെങ്കിൽ നടി. അത് സാറിന് ഒരു നടിയെ ഇഷ്ടമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. സിനിമ പറഞ്ഞാൽ മതി. അത് കറക്റ്റാട്ടാ, അത് കറക്റ്റ് ആയിരിക്കണേ. അത് ഭയങ്കര മനപ്പൊരുത്താട്ടാ ഇവർ തമ്മിൽ, ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ പെറ്റ് നെയിം വിളിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട നെയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞോളൂ സാർ, എന്ത് വിളിക്കണ കേൾക്കാൻ ഇഷ്ടം? അതെ, പുള്ളി കുറച്ച് ഇത്തിരി പ്രണയം അല്ലേ എന്ന് കലർത്തി വിട്ട് നോക്കിയതാണ്. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും രാത്രിയൊക്കെ ഞാൻ വിളിക്കണ ആശു എന്നല്ലേ? അല്ല, എനിക്കൊരു സമാധാനം എന്താണെന്നറിയോ, അത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. കഴിഞ്ഞു, രണ്ടാളും പോയിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് വീണ്ടും കോളേജിലേക്ക് മടങ്ങാം. അവിടെ പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. ഈ വീഡിയോസും ഓഡിയോസും എഡിറ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം 2019 റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോഗ്രാഫിയും എഡിറ്റിങ്ങും ഒക്കെ വളരെ സീരിയസ് ആയി എടുത്തത്. കഴിഞ്ഞ 3 വർഷം ധാരാളം പഠിച്ചു. എൻ്റെ യാത്രകളൊക്കെ ഞാൻ വീഡിയോയിലും ഫോട്ടോഗ്രാഫിയിലൂടെ ഷൂട്ട് ചെയ്തു. അതൊക്കെ ചെറിയ ചെറിയ മൂവീസായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇതിൽ 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, ഈ വീഡിയോഗ്രാഫിയും എഡിറ്റിങ്ങും നിങ്ങളെ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ സാധിക്കും. നിങ്ങളുടെ യാത്രകളൊക്കെ നന്നായി എടുത്ത് സൂക്ഷിച്ച് എപ്പോൾ വേണമെങ്കിലും കാണുവാൻ, യൂട്യൂബിൽ സൂക്ഷിക്കുവാനും നിങ്ങൾക്ക് കഴിയും. 2, ഇത് തിരിച്ച് രണ്ടാമത് കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സന്തോഷം ലഭിക്കും. ഈ പ്രായമായിരിക്കുന്ന സമയത്ത് റിട്ടയർമെൻറ്റിന് ശേഷം ഈ ഡോപ്പാമൈൻ്റെ ഒക്കെ ആവശ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ പങ്കുചേരുക, ക്യാമറ വാങ്ങിക്കുക, എൻ്റെ ഈ ചാനൽ കാണുക. എങ്ങനെയാണ് ഫോട്ടോഗ്രാഫി ടെക്നിക്സ് എന്നൊക്കെ ഞാൻ അതിൽ ഒരുപാട് വിവരിക്കുന്നുണ്ട്. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ അടുത്ത് തരാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും കോളേജിലേക്ക് പോകാം. കോളേജ് പ്രിൻസിപ്പലിൻ്റെ ശബ്ദത്തിലേക്ക്. മറ്റ് 2 പേരും എനിക്ക് മുൻപേ റിട്ടയർ ചെയ്തിട്ട്, ഞാൻ ജോയിൻ ചെയ്തതിന് മുമ്പേ. ശശിധരൻ സാറ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ കെമിസ്ട്രിയിൽ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആണ്. അത് കഴിഞ്ഞ് ഈ ഒരു കണ്ണിയുടെ ഏറ്റവും ഒടുവിൽ പ്രിൻസിപ്പലായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. അതിൻ്റെ കൂടെ ഏറെ എന്താ പറയുക, ഒരു ആശങ്കയുമുണ്ട്. കാരണം ഇവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കൊച്ചുവായിൽ വലിയ വർത്തമാനമായി പോകും. ഇന്നിപ്പോൾ ടോപ്പിക്കൊന്നുമില്ല പറയാൻ. ഈ ടോപ്പിക്കൊന്നും ഇല്ലാതെ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം പ്രേക്ഷകരായിട്ട് സംസാരിക്കാറുള്ളൂ. ആദരണീയരായ ഗുരുക്കന്മാരെ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ്, എൻ്റെ കുടുംബാംഗങ്ങൾ, ഏതാണ്ട് 4.5 വർഷം ഈ കലാലയത്തിൽ ജീവിച്ചു. എൻ്റെ ഒരു വിശ്വാസം, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിലും കർമ്മരംഗത്തും എന്തെങ്കിലുമൊക്കെ വിജയിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടിയ പരിശീലനവും ഈ ഗുരുക്കന്മാർ നമുക്ക് തന്ന നിർദ്ദേശങ്ങളും ഒക്കെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വൈകിയ വേളയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 1 2 3 പറഞ്ഞ എല്ലാവരും പാടോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ഭ്രാന്താന്നാണോ പറയണേ? ഭ്രാന്താന്നാണോ പറയണേ? സത്യം ഞാൻ കേട്ടത് ഭ്രാന്താ അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നേരത്തെ എഴുതിച്ചേണ്ടേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പാടാം. അപ്പൊ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ, ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ, പൂരമിരിക്കുന്നു കാണും കാന്താ. അല്ലേ? ഓക്കെ, കാന്താ ഞാനും വരാ. ഞാൻ ഭക്ഷണം കഴിക്കുന്നോടത്തുണ്ടാവും. ഇവര് അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഞാൻ പോട്ടെന്നാ, എല്ലാവരും പാടുമോ? ഒപ്പം ഞാൻ മൈക്കിൽ പാടുന്നില്ല.
2, 3 പറഞ്ഞ എല്ലാവരും പാടുമോ? Ready? 1, 2, 3, start. ഭ്രാന്താന്നാണോ പറയണത്? ഭ്രാന്താന്നാണോ പറയണത്? സത്യം ഞാൻ കേട്ടത് ഭ്രാന്ത അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നേരത്തെ എഴുതിച്ചേണ്ടേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പാടാം. അപ്പൊ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ, ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ, പൂജവിളിക്കുന്നു കാണണ കാണാ, പൂരം കാണാ, ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ, തൃശ്ശൂർ പൂരം കാണാ, മദ്ദളമെനിക്കുന്നു കാണണ കാണാ, മദ്ദളമെനിക്കുന്നു കാണണ കാണാ, ആ മദ്ദളമെനിക്കുന്നു കൊടുക്കണം കാണാ, ആ മദ്ദളമെനിക്കുന്നു കൊടുക്കണം കാണാ, അതാ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ, അതേ നീയും പോരെ തൃശ്ശൂർ പൂരം കാണാ. ഇപ്പൊ ഇവിടെ അതിന്റെ ഹമ്മിങ് ഇട്ടുണ്ടായിരുന്നു, അതൊന്നും പാടില്ല ഞങ്ങൾക്ക്. എന്താ പേര്? പേരെന്താ? 66. പേരിട്ടാ എന്റെ പേര് വെച്ചപ്പോ 66 അടിപൊളി. അപ്പൊ ഈ 66 ചേട്ടനെ അല്ല ഞാനേ കൂടുതൽ മണിച്ചേട്ടൻ്റെ വണ്ടിയിലേക്ക് പോവാം, അതല്ലേ. പക്ഷെ ഞാൻ ഇന്ന് വരെ പ്രോഗ്രാം ചെയ്തിട്ട് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഞാൻ കണ്ടത് ഇന്നാണ്. മുക്കാലേക്ക് പല സ്ഥലങ്ങളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ട് അവിടെ പലരും ഡാൻസ് അല്ല ഒരിക്കലും കളിയൊക്കെ ഇല്ലട്ടാ, ഞാൻ അങ്ങനെ ചിന്തിക്കരുത്, സന്തോഷം കൊണ്ട് പറയാട്ടാ. അല്ല തീർച്ചയായിട്ടും ആളെ എൻജോയ് ചെയ്യാണ്, ഒരു തർക്കൂല, എങ്ങനെ എൻജോയ് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെ കസേരയിൽ മൂടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു എന്താ പറയാ, അവർക്കൊക്കെ ഉള്ളൊരു ഉദാഹരണം. യും പിടിച്ച് നടക്കുന്ന കാലം ആയോരു പാലത്തിന്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടുന്നു. പാലോ പാലോ നല്ല നടപ്പാലം എൻ്റെ അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കുന്ന കാലം ആയോരു പാലത്തിൻ്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു കേട്ടു, പൊന്നോ എന്നൊരു കേട്ടു. कभी अलविदा